ഭാരതീയം വിദ്യാഭ്യാസ സഹായ പദ്ധതിയുടെ ഭാഗമായി ഭാരതീയം ട്രസ്റ്റ് നടത്തുന്ന വിദ്യാധനോത്സവം തിരുവനന്തപുരം ഇന്റർനാഷണൽ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ട്രസ്റ്റ് തിരഞ്ഞെടുത്ത രാജാജി നഗറിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഭാരതീയം ട്രസ്റ്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി തിരുവനന്തപുരത്ത് ജീവകാരുണ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. നിരവധി പദ്ധതികളുമായി ഭാരതീയം ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 11ഓളം പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഭാരതീയം ട്രസ്റ്റ് മുന്നോട്ട് പോകുന്നത്. തൊഴിൽ സഹായ പദ്ധതി, വിദ്യാഭ്യാസ സഹായ പദ്ധതി, സൗജന്യ ഡയാലിസിസ് പദ്ധതി, സൗജന്യ ചികിത്സാ സഹായ പദ്ധതി, സൗജന്യ മംഗല്യ സഹായ പദ്ധതി അടക്കം, അതുപോലെ തന്നെ ഭാരതീയ പ്രതിഭാ കലോത്സവം, കുട്ടികളുടെ കലാവാസന പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള തിരുവനന്തപുരത്തെ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലോത്സവം, സമൂഹ വിവാഹം, സൗജന്യ ഭവന നിർമ്മാണ പദ്ധതി, സൗജന്യ തൊഴിൽ സഹായ പദ്ധതിക്ക് പ്രകാരം നമ്മുടെ തെരുവുകളിൽ കച്ചവടം ചെയ്യുന്ന സഹോദരിമാർക്ക് വേണ്ടി ബങ്ക് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് തൊഴിൽ സഹായ പദ്ധതി. ഇങ്ങനെ 11 പദ്ധതികൾ ആവിഷ്കരിച്ച് ഭാരതീയ ട്രസ്റ്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാരതീയ വിദ്യാധനോത്സവം എല്ലാ വർഷവും നടത്താറുണ്ട്. എല്ലാ മാസവും, ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ 12 മാസവും ഓരോ പരിപാടി ഭാരതീയ ട്രസ്റ്റ് സംഘടിപ്പിക്കും. ഇപ്പൊ പ്രമുഖ നമ്മുടെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളായിട്ടുള്ള റംസാൻ, ക്രിസ്മസ്, ഓണം, ഈ 3 ആഘോഷങ്ങളും ഭാരതീയ ട്രസ്റ്റ് സംഘടിപ്പിക്കാറുണ്ട്. തിരുവനന്തപുരത്തെ പൊതുസമൂഹത്തെ മുഴുവൻ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് വരുത്തിക്കൊണ്ട് ഭാരതീയ ട്രസ്റ്റ് അന്ന് ആ ആഘോഷങ്ങൾ നടത്തുന്ന സമയത്ത് അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്വാസത്തിന്റെ കൈകളുമായാണ് ആ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. സൗജന്യമായിട്ടുള്ള ചികിത്സാ സഹായ പദ്ധതിയും ഡയാലിസിസ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ 3 ആഘോഷങ്ങൾ നടത്തുന്നത്. അതുപോലെ ഓരോ മറ്റു മാസങ്ങളിലൊക്കെ കാരുണ്യ സ്പർശം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 27-ാം തീയതി ഇതേ ഹാളിൽ വെച്ച് ഡോക്ടർ ജോർജ് ഓണപ്രസാദാണ് കാരുണ്യ സ്പർശം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അപ്പം മെയ് മാസം നമ്മൾ നടത്തുന്നത് വിദ്യാധനോത്സവമാണ്. അപ്പം നമുക്ക് ഈ പരിപാടി ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് മെയ് മാസം നടക്കുന്ന പരിപാടി. അടുത്ത മാസം കലോത്സവമാണ്. ജൂലൈ മാസം 29, 30, 31 തീയതികളിൽ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ 3 സ്റ്റേജുകളിൽ ആയിട്ടാണ് കലോത്സവം സംഘടിപ്പിക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഓണ കാരുണ്യ സംഗമം നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മാസം ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് 12 മാസവും പരിപാടി നിശ്ചയിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ പരിപാടിക്ക് ഞങ്ങൾ ആലോചിച്ച സമയത്ത് ഇതൊരു വിദ്യാഭ്യാസ സഹായ പദ്ധതിയാണ്. ഈ വിദ്യാധനോത്സവത്തിന് തിരുവനന്തപുരത്തെ 3 പ്രമുഖർ, വനിതാ പ്രമുഖർ, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് തൊഴിലെടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനം, എഴുത്തും സാഹിത്യവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന 3 പ്രഗത്ഭരായിട്ടുള്ള വനിതകളെയാണ്, നമ്മുടെ വനിതാ പ്രമുഖരെയാണ് നമ്മൾ ഈ പരിപാടിയിൽ വിളിച്ചത്. കാരണം കുട്ടികൾക്ക് എങ്ങനെ പഠിക്കണം, ആ ഒരു പ്രചോദനം കിട്ടുന്ന ഒരു പ്രഭാഷണങ്ങളായിരിക്കും ഈ 3 വ്യക്തിത്വങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പോകുന്നത്. ഭാരതീയം ട്രസ്റ്റ് ചെയർമാനായ കരമന ജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവയത്രികളും അധ്യാപകരുമായ ഡോക്ടർ ഉദയ കല, ഡോക്ടർ ബെറ്റിമോൾ മാത്യു, ഡോക്ടർ ദേവി മോഹൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മനോഹരമായി അല്ലെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ള പുരുഷന്മാരെയും സ്ത്രീകളെയും കാണുമ്പോൾ, ഏറ്റവും വില കൂടിയ സാരികൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ധരിക്കുന്നവരെ കാണുമ്പോൾ, ഏറ്റവും വില കൂടിയ ആഭരണങ്ങൾ അണിയുന്നവരെ കാണുമ്പോൾ, ഏറ്റവും വലിയ വീടുകളിൽ താമസിക്കുന്നവരെ കാണുമ്പോൾ, ചീറിപ്പാഞ്ഞു പോകുന്ന വില കൂടിയ ആ വാഹനങ്ങൾ കാണുമ്പോഴൊക്കെയാണ് നമുക്ക് എപ്പോഴും ഇതുപോലെയാകണം എന്ന് തോന്നുന്നത്. ശരിയല്ലേ? പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ആകുന്നതിനേക്കാളൊക്കെ ഉപരിയാണ് അങ്ങനെയുള്ള മനുഷ്യർക്ക് പോലും ഇഷ്ടപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തന്നെ ജീവിതമായി മാറിക്കൊണ്ട് നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്. സമൂഹത്തിന്റെ എല്ലാ തുറകളിലും ഉള്ളവരെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായി കണ്ടത്. ഭാരതീയം ട്രസ്റ്റിന്റെ ആത്മാവായി നിൽക്കുന്നത് ഈ 3 വ്യക്തിത്വങ്ങൾ മാത്രമല്ല, ഭാരതീയ ചിന്തയുടെ കാതൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു.